ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ബീഫ് ഫ്രൈയുടെ അതേ രുചിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന സോയ ചങ്ക്സ് കൊണ്ടുള്ളൊരു ഫ്രൈ ആണ്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പവും ലഞ്ചിനൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ 150 ഗ്രാം സോയ ചങ്ക്സ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇത് 4-5 പ്രാവശ്യം ഞാൻ നന്നായി വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി പിഴിഞ്ഞ് കളയണം, എന്നാൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രൈ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. സോയയുടെ വലിപ്പം അനുസരിച്ച് ഇത് നമുക്ക് 2-3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 തക്കാളി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 10-12 കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത്, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിത് ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഇത് നമുക്ക് കുക്കറിലും വേവിച്ചെടുക്കാം. കുക്കറിലാവുമ്പം ഒരു 2 വിസിൽ കേൾക്കുന്ന അളവിനായിരിക്കണം വേവിക്കേണ്ടത്. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് നമുക്ക് തുറന്നിളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാം വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. വെള്ളമെല്ലാം നന്നായി വലിഞ്ഞിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 മീഡിയം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്യാം. എല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള എല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മളുടെ സോയ ചങ്ക്സ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.